2002 ഒരു ഫോറസ്റ്റ് ഓഫീസർക്കുണ്ടായ ഒരു അനുഭവ കഥയാണ് ഇത്. ഫയർ സീസൺ ആയതിനാൽ കാടിനുള്ളിലുള്ള OP എന്ന് പറയുന്ന സബ് സ്റ്റേഷനിൽ 2 വാച്ചർമാരും 2 ഫോറസ്റ്റ് ഓഫീസർമാരും നൈറ്റ് ഡ്യൂട്ടിക്ക് എടുക്കേണ്ടതാണ്. ആ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആൾതാമസമുള്ള ഏരിയയിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലേക്കൊരു വഴിയുണ്ട്. അതാണ് OPയിലേക്കുള്ള വഴി. പോകുന്ന വഴിയിൽ ഒരു ചെറിയ കാവും അടുത്തൊരു റബ്ബർ എസ്റ്റേറ്റുമുണ്ട്. ആൾതാമസമില്ലാതെ കിടക്കുന്ന ഒരു വീട് മാത്രമാണ് ആ ഭാഗത്തുള്ളത്. അന്ന് ഞാൻ പതിവിൽ ഒരുപാട് വൈകി. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. അതിനാൽ വിചാരിച്ചതുപോലെ അവിടെ നിന്നും ഇറങ്ങാൻ സാധിച്ചില്ല. ശരിക്കും 6 മണിക്ക് മുൻപായി ഞങ്ങൾ എല്ലാവരും OPയിൽ കയറും. കാരണം ആനയും പുലിയുമെല്ലാം ആ രാത്രിയിൽ വഴിയിൽ കാണാൻ സാധ്യതയുണ്ട്. കുറച്ച് പ്രശ്നക്കാരനായ ഒരു കാട്ടുകൊമ്പൻ ഉള്ള സ്ഥലമാണ് ഇവിടം. 2 ദിവസം മുൻപ് അവൻ ഈ വഴിയുടെ ഭാഗത്തായി ഒരു പന മറച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവൻ്റെ മുന്നിൽ ഞാൻ പെടാനും സാധ്യത ഏറെയാണ്. അതിനാൽ വൈകുവാണാൽ എന്നോട് വരണ്ട എന്നാണ് സഹപ്രവർത്തകനായ സിജോ എന്ന ഓഫീസർ പറഞ്ഞത്. അതൊന്നും സാരമില്ല, ഞാൻ വന്നോളാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അടുത്ത ആഴ്ചയിൽ എനിക്ക് ലീവിന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനാൽ നേരം വൈകി വെച്ച് ഇന്ന് ഏതായാലും ലീവ് ഞാൻ ആക്കുന്നില്ല. നൈറ്റ് അവിടെ കിടന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഇറങ്ങാമല്ലോ. അതുകൊണ്ട് ഞാൻ ഏതായാലും വരുമെന്ന് അവരോട് പറഞ്ഞു. ബൈക്ക് കിടക്കാൻ പാകത്തിലുള്ള ആ ചെറിയ ഗേറ്റ് ഞാൻ അടയ്ക്കണ്ട എന്ന് അവരോട് പറഞ്ഞിരുന്നു. അഥവാ ഇനി ആനയെ കണ്ടാലും വണ്ടിയിട്ട് പോകണ്ടല്ലോ വെച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ OPയിലേക്കുള്ള ആ വഴിയിലെത്തി. സമയം ഒരു 9:30 മണിയായിട്ടുണ്ട്. കാവും എസ്റ്റേറ്റും എല്ലാം കടന്ന് ഞാൻ ആന മറച്ച പന കടന്ന് മുന്നോട്ട് പോകുന്ന നേരം അല്പം മുമ്പിലായി ബൈക്കിന്റെ വെട്ടത്തിൽ ഞാനൊരു വെള്ള രൂപം കണ്ടു. ശരിക്കും വെള്ളം കൊണ്ട് പുതച്ച പോലെയായിരുന്നു ആ രൂപം. ഇതാരാണ് ഈ നേരത്ത് ഇവിടെ? അതും ആനയും പുലിയും ഇറങ്ങുന്ന ഈ പാതയിൽ. അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഇയാൾ കണ്ടില്ലേ? എനിക്ക് തോന്നി. ഏതായാലും അടുത്തേക്ക് എത്തി ചോദിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ 10 അടി ബാക്കിലായി വണ്ടി നിർത്തി. അവിടെ നിൽക്ക്, നിങ്ങളാരാ? എന്താ ഈ നേരത്തെയുടെ? ഞാൻ അല്പം ശബ്ദത്തോടെ അയാളോട് സംസാരിച്ചു. എന്നാൽ അയാൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ബൈക്ക് സ്റ്റാൻഡിട്ട് വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി. ഞാൻ അടുത്തേക്ക് ചെന്നു. നിങ്ങളാരാ എന്ന് ചോദിച്ചതും ആ വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ മുരളുന്ന കൂട്ട് ശബ്ദമുണ്ടാക്കി. അത് കേട്ടതും ഞാൻ സത്യത്തിൽ സ്തംഭിച്ചു. അവിടെ അനങ്ങാൻ പറ്റാത്ത പോലെ നിന്നുപോയി. ഞാൻ ശരിക്കും വിറച്ചു. ഞാൻ പതിയെ പുറകോട്ട് കാലുവെച്ച് ബൈക്കിനടുത്തേക്ക് വന്നു. ബൈക്കിൽ കയറി. ആ രൂപം അപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പതിയെ ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടി. ആ ശബ്ദം കേട്ടതും ആ രൂപം ഒരു തരം കൂർക്കം വലിക്കുന്ന കൂട്ട് ശബ്ദത്തിൽ അതിശക്തമായി ശ്വാസം വലിച്ചുവിടുന്ന പോലെയുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അതിനെ ശരിക്കും നോക്കുമ്പോൾ ആ രൂപത്തിന്റെ മുണ്ടുപോലും നിലത്ത് മുട്ടാത്ത വിധം ആണ് കാണുന്നത്. അത് കണ്ടതും ഞാൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പാഞ്ഞു. എൻ്റെ ബൈക്കിന്റെ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദത്തോടെ ആ രൂപത്തിന്റെ ശ്വാസഗതിയുടെ ശബ്ദം എനിക്ക് കേൾക്കാനുണ്ട്. എൻ്റെ പുറകെ അത് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു കണക്കിന് ഞാൻ OPയിലെത്തി. അവർ എല്ലാവരും പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു. എല്ലാവരും ടോർച്ചെടുത്ത് വാ നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ആ വശത്തേക്ക് ചെന്നു. താഴേക്ക് സ്ട്രെയിറ്റ് റോഡാണ്. ഞങ്ങൾ നിന്ന് ടോർച്ചടിച്ചു. ആ രൂപം ആ റോഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ആ രൂപം അവിടെ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുന്നത്. ആ ക്ഷണം തന്നെ ആ വശത്തെ കാട്ടിലേക്ക് ഒരു മിന്നായി പോലെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി അതിവേഗത്തിൽ ആ രൂപം ഒറ്റപ്പോക്കായിരുന്നു. അതൊരു മനുഷ്യനല്ല എന്ന കാര്യം തീർച്ചയാണ് എന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഉറപ്പായി. കാരണം ഒരു മനുഷ്യന് അങ്ങനെ അത്ര വേഗത്തിൽ പോകാൻ കഴിയില്ല. തന്നെയുമല്ല, ആ രൂപം പോയ സൈഡിൽ എല്ലാം തിങ്ങി നിറഞ്ഞ ചൂരൽ കാടാണ്. ഇത് പ്രേതമാണോ ജിന്നാണോ എന്നൊന്നും പറയുന്നില്ലെങ്കിലും അതൊരു മനുഷ്യനല്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാണ് ജയൻ എന്ന ആൾ നമ്മളോട് പറഞ്ഞത്. പിന്നീട് ഒരിക്കലും ഇങ്ങനൊരു രൂപത്തെ ആരും അവിടെ കണ്ടിട്ടില്ല എന്നും അയാൾ പറഞ്ഞു. ജയൻ എന്ന ഓഫീസറുടെ ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള അനുഭവകഥകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എന്നാൽ അടുത്തൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.
Wow.